അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? LCM-ഉം HCF-ഉം. HCF-ഉം കഴിഞ്ഞു, LCM-ഉം കഴിഞ്ഞു. LCM-ന്റെ 2 ഡിവിഷൻ മെത്തേഡും പറഞ്ഞു, ഫാക്ടറൈസേഷൻ മെത്തേഡും പറഞ്ഞു. കുഴപ്പമില്ലല്ലോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വേർഡ് പ്രോബ്ലംസ് എടുത്തൂടെ? Okay, take page number 111. 111. Another word problems on HCF and LCM എന്നുണ്ടോ? The first example ഒന്ന് നോക്കിയേ. 3 drums contain 200 liter, 500 liter and 650 liter of water. Find the capacity of the largest vessel that can be filled an exact number of times from each drum. Three drums, question വായിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. 3 drums contain 200 liter, 500 liter and 650 liters of water. Find the capacity of the largest vessel that can be filled an exact number of times from each drum. മൂന്ന് ഡ്രംസ്, ഓരോന്നിന്റെയും അളവ് എത്രയാന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് 200 liters ഓഫ് വാട്ടർ ഉണ്ട്, രണ്ടാമത്തേല് 500 liters ഓഫ് വാട്ടർ, മൂന്നാമത്തേല് 650 liters ഓഫ് വാട്ടർ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? അതിൽ നിന്ന് അത് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു വെസൽ, ആ മൂന്ന് ഡ്രംസും ഫില്ല് ചെയ്യാൻ പറ്റുന്ന വാട്ടർ വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു വെസൽ. ആ വെസലിന്റെ കപ്പാസിറ്റി എന്തായിരിക്കണം? എക്സാക്ട് നമ്പർ ഉപയോഗിച്ചിട്ട്, എക്സാക്ട് നമ്പർ ഓഫ് ടൈംസ് ഉപയോഗിച്ചിട്ട് വേണം മൂന്ന് നമ്പേഴ്സും മൂന്ന് വെസൽസും ഫില്ല് ചെയ്യാൻ. അതായത് ഇപ്പൊ ആദ്യത്തെ ഡ്രം 200 ലിറ്റേഴ്സിന്റെ ഒരു ഡ്രം, 200 ലിറ്റേഴ്സിന്റെ ഒരു ഡ്രമ്മിലേക്ക് നമ്മള് ഇപ്പോ 5 ടൈംസ് വെസൽ നിറച്ചെടുത്തിട്ട് ഒഴിക്കുന്നെന്ന് വിചാരിച്ചോ. 5 ടൈംസ് ഒഴിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നു. ഇനി 500 ലിറ്റേഴ്സിന്റെ ഒരു വെസൽ, 500 ലിറ്റേഴ്സിന്റെ ഡ്രം, ആ ഡ്രം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ വെസൽ ഉപയോഗിച്ചിട്ട് ഒരു 10 ടൈംസ് അല്ലെങ്കിൽ 11 ടൈംസ് നമ്മൾ ഫില്ല് ചെയ്യണം. അങ്ങനെ എക്സാക്ട് നമ്പർ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു വെസലിന്റെ മെഷർമെന്റ് എത്രയായിരിക്കും, കപ്പാസിറ്റി എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും അത്? ഇവിടെ ക്വസ്റ്റിനകത്ത് ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് വന്നിട്ടുണ്ട്, കപ്പാസിറ്റി ഓഫ് ദി ലാർജസ്റ്റ് വെസൽ. കണ്ടോ? കപ്പാസിറ്റി ഓഫ് ദി ലാർജസ്റ്റ് വെസൽ എന്ന് കണ്ടിട്ടുണ്ട്. ലാർജസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി HCF. കാരണം HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്, വലിയ കോമൺ ഫാക്ടർ ആണ് HCF. അപ്പൊ ക്വസ്റ്റിനകത്ത് ലാർജസ്റ്റ് എന്നുള്ള വേർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? HCF കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്തിന്റെ HCF കണ്ടുപിടിക്കണം? 200ന്റെയും 500ന്റെയും 650ന്റെയും HCF കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എളുപ്പമുള്ള മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഒന്നുകിൽ ഫാക്ടേഴ്സ് എല്ലാം എഴുതിയിട്ട് ഏതാണ് കോമൺ ഫാക്ടറിൽ ഏതാണ് വലുത് നോക്കുക, അല്ലെങ്കിൽ പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ എഴുതിയിട്ട് കോമൺ വരുന്നതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന മെത്തേഡ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാ. എന്താ കണ്ടുപിടിക്കേണ്ടത്? സൊല്യൂഷനിലെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കിയേ. ദ കപ്പാസിറ്റി ഓഫ് ദി ലാർജസ്റ്റ് വെസൽ, largest required vessel will be the HCF of 200, 500 and 650. Question എന്താന്ന് ക്ലിയർ ആയിരുന്നോ? അതായത് 3 വെസൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സാക്ട് നമ്പർ ഓഫ് ടൈംസ് വെച്ചിട്ട് ഫില്ല് ചെയ്യണം. ഓരോ ഡ്രംസും ഫില്ല് ചെയ്യണം. അങ്ങനെ ഫില്ല് ചെയ്യാൻ ആവശ്യമായ ലാർജസ്റ്റ് വെസലിന്റെ കപ്പാസിറ്റി എത്രയായിരിക്കും?
ഒരു പാത്രം ഉപയോഗിച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ 3 വലിയ ഡ്രം ഉണ്ടെങ്കിൽ ആ 3 വലിയ ഡ്രമ്മും നമുക്ക് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് വെള്ളം എടുത്ത് ഫില്ല് ചെയ്യണം. അപ്പൊ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ 5 ടൈംസ് ഒഴിച്ചു, മറ്റേത് ഫില്ല് ചെയ്യാൻ ഒരു 7 ടൈംസ് ഒഴിച്ചു, ലാസ്റ്റത്തത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു 10 ടൈംസും ഒഴിച്ചു. അങ്ങനെ കറക്റ്റ് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ ആ വെസലിന്റെ കപ്പാസിറ്റി എത്രയായിരിക്കും? അപ്പൊ ഇവിടെ ലാർജസ്റ്റ് എന്ന് വന്നതുകൊണ്ട് എന്ത് നമ്മൾ കണ്ടുപിടിക്കണം? HCF കണ്ടുപിടിക്കാം. HCF കണ്ടുപിടിക്കാൻ ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. 200നെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ട്? ടെക്സ്റ്റിനകത്ത് നോക്കി എല്ലാവരും, പേജ് നമ്പർ 111. 200നെ 2 × 2 × 2 × 5 × 5 എന്ന് എഴുതിയിട്ടുണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡില് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് 500നെ 2 × 2 × 5 × 5 × 5 എന്ന് എഴുതിയിട്ടുണ്ട്. 650യെ 2 × 5 × 5 × 13 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന 3 എണ്ണത്തിലും കോമൺ ആയിട്ട് ഒരു 2 വരുന്നുണ്ട്, പിന്നെ 2 5ഉം കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 5 × 5 50 എന്ന് കിട്ടും. 50 ആണ് ഈ 3 നമ്പറിന്റെയും HCF. അതായത് 50 ലിറ്റർ ഉള്ള ഒരു വെസൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 ഡ്രം ഫില്ല് ചെയ്യാം. 200 ലിറ്റേഴ്സിന്റെ ഡ്രം ഫില്ല് ചെയ്യാൻ 50 വെസൽ വെച്ചിട്ട് 4 തവണ ഒഴിക്കണം അല്ലെ? 500ന്റെ ഫില്ല് ചെയ്യണമെങ്കിൽ എത്ര തവണ ഒഴിക്കേണ്ടി വരും? 10 ടൈംസ് ഒഴിക്കേണ്ടി വരും. 650ന്റെ ഫില്ല് ചെയ്യണമെങ്കിൽ 13 ടൈംസ് നമ്മൾ ഒഴിക്കേണ്ടി വരും. ഒന്നും നമുക്ക് പകുതിയായിട്ട് ഒഴിക്കേണ്ടി വരുന്നില്ല. ഇപ്പൊ 10½ ലിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിക്കേണ്ടി വരുന്നില്ല. അതാണ് ഇവിടെ ലാർജസ്റ്റ് റിക്വയർഡ് വെസൽ എന്ന് പറയുന്നത്. അതിന്റെ ക്വസ്റ്റ്യനും സൊല്യൂഷനും മനസ്സിലായോ? മനസ്സിലായോ? Second example, find the largest number which divides 37, 51 and 63, leaving the remainders 5, 3 and 7 respectively. Question വായിച്ചോ. Find the largest number which divides 37, 51 and 63, leaving the remainders 5, 3 and 7 respectively. എന്താ കണ്ടുപിടിക്കണ്ടേ? ഒരു നമ്പർ 37നെ 51നെയും 63യെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ, ഏറ്റവും വലിയ നമ്പർ. പക്ഷെ നമ്പർ എന്തായിരിക്കണം? ഡിവൈഡ് ചെയ്യുമ്പോൾ 37നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരണം, 51നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരണം, 63യെ ഡിവൈഡ് ചെയ്യുമ്പോൾ 7 റിമൈൻഡർ വരണം. അങ്ങനെ വരുന്ന ലാർജസ്റ്റ് നമ്പർ. ഇവിടെയും ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? HCF. ഏതിന്റെ HCF ആ കണ്ടുപിടിക്കണ്ടേ? 37ന്റെ 51ന്റെ 63ന്റേതും ആണോ? ആണോ? അല്ല. ഇവിടെ നോക്കാം. ഏതൊക്കെ നമ്പേഴ്സാ? 37, 51, 63. ഓക്കെ, ഇനി ഈ 3 നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ, ഏതോ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 37നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരണം? 5 റിമൈൻഡർ വരണം. 51നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരണം.
63 ഡിവൈഡ് ചെയ്യുമ്പോൾ 7 റിമൈൻഡർ വരണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ എന്താണ്? റിമൈൻഡർ ആഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സാ അല്ലെ? റിമൈൻഡർ ആഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇത്രയും വരുന്നുണ്ട്. എക്സാക്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാല് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം റിമൈൻഡർ ഒഴിവാക്കിയിട്ടുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാം. 37 മൈനസ് 5 32. 51 മൈനസ് 3 48. 63 മൈനസ് 7 56. അതായത് ഇതാണ് ശരിക്കും ആക്ച്വൽ നമ്പേഴ്സ്. ഈ നമ്പേഴ്സിനെയാണ് നമുക്ക് എക്സാക്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിന്റെ മൂന്നിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? HCF കണ്ടുപിടിച്ചാൽ മതി. ഇതിന്റെ മൂന്നിന്റെ HCF കണ്ടുപിടിക്കാൻ 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 32നെ 2 into 2 into 2 into 2 into 2 എന്ന് എഴുതാം. നെക്സ്റ്റ് 48. 48നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 24, 2 into 12, 2 into 6, 2 into 3. ഇനി നെക്സ്റ്റ് 56. 56നെ എങ്ങനെ എഴുതാം? 2 into 28, 2 into 14, 2 into 7. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഇതും ഇതും ഇതും. ഇത്രയും മാത്രമേ മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോ HCF എത്രയായിരിക്കും? 2 into 2 into 2, 4 into 2, 8. 8 ആയിരിക്കും ഇത് മൂന്നെണ്ണത്തിന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോ നമുക്കുള്ള ആക്ച്വൽ നമ്പേഴ്സ് എത്രയാ? 32ന് പകരം നമ്മൾ ശരിക്കും എത്ര എടുക്കണ്ടേ? 37. 48ന് പകരം 51 ആണ് ശരിക്കും നമ്പർ. 56ന് പകരം 63 ആണ് ശരിക്കും നമ്പർ. അതായത് 37നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? റിമൈൻഡർ 5 എന്ന് കിട്ടും. 51നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 എന്ന് കിട്ടും. 63നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 7 എന്നും കിട്ടും. ഇല്ലേ? 37നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 8 32. 32 ആ വരിക. റിമൈൻഡർ 5 വരും. 51നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 8 40, 6 8 48. 6 8 48. അപ്പൊ റിമൈൻഡർ 3 എന്ന് വരും. നെക്സ്റ്റ് 63യെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 8 56. റിമൈൻഡർ 7 എന്നും കിട്ടും. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല? നോക്കട്ടെ, എല്ലാവരുടെ മുഖഭാവം ഒന്ന് നോക്കട്ടെ. മനസ്സിലായോ വല്ലതും? അതുലിന് മനസ്സിലായിട്ടുണ്ട്. ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ല? ഇല്ല. എന്താ ചെയ്യണ്ടേ മക്കളെ? ഇത്രയും ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ സിലബസിൽ വന്നാൽ പറഞ്ഞുതരാതെയും പഠിക്കാതെ ഒരു രക്ഷയില്ലല്ലോ. പഠിച്ചല്ലേ പറ്റൂ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞേ. എന്താ ജോസിക്ക് എന്താ പറയാനുള്ളത്?
ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മള് ക്ലാസ്സിലിരിക്കുമ്പോ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ, വീട്ടിൽ നടക്കുന്നതും മുറ്റത്ത് പോകുന്ന വണ്ടിയും ഒക്കെ അങ്ങോട്ടും അതാണ് മെയിൻ പ്രശ്നം. സ്കൂളിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ക്ലാസ്സിൽ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ അല്ലേ? സ്കൂളിൽ വരുന്നതാണെങ്കിൽ ക്ലാസ്സിൽ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. വീട്ടിലിരിക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ ശ്രദ്ധ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകും. നിങ്ങളെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എവിടെ എങ്ങനെ ഒരു റൂമിൽ തനിച്ചിരുന്നാലും നിങ്ങളുടെ ശ്രദ്ധ എന്തായാലും പോകും. ഒരു 100% കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എത്ര വായിട്ട് അലച്ചിട്ടും കാര്യമില്ല അല്ലേ? ഞാനിപ്പോ പകുതി പറയുന്നതിനിടക്ക് നിങ്ങളുടെ പുറത്തുനിന്ന് എന്തെങ്കിലും സൗണ്ട് കേട്ടോ, എന്തായാലും നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അതിന് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പരമാവധി നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. സ്കൂളിൽ വരുന്ന തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. നിങ്ങളെ പോലെ തന്നെ മിസ്സിനും നിങ്ങൾ സ്കൂളിൽ വന്നിട്ട് പഠിപ്പിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ അടുത്തിരുന്ന് പറഞ്ഞതിന്റെ ആ ഒരു ഫീലിംഗ് ഈ ഒരു മെത്തേഡിൽ എനിക്ക് കിട്ടുന്നില്ല, പ്രത്യേകിച്ച് മാത്സിന്റെ കാര്യത്തില്. കാരണം എനിക്ക് അങ്ങ് കൂടുതൽ എക്സ്പ്രസ് ചെയ്ത് പറയാൻ പറ്റുന്നില്ല. എനിക്ക് പറയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു തന്നെയാണെങ്കിൽ ബോർഡും പെൻ ചോക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിക്ക് രണ്ട് നുള്ളൊക്കെ തന്നിട്ട് ചെയ്യിപ്പിക്കാൻ നല്ല രസമായിരിക്കും. ചെയ്യുന്നില്ലെങ്കിൽ ഒരു അടിയോ പുറത്തിട്ട് ഒരു അടിയോ ചെവിക്ക് ഒരു നുള്ളോ ഒക്കെ തന്നാല്, കാരണം നമ്മൾ കോണ്ടാക്ട് ഉണ്ട് അടുത്ത്. പക്ഷെ ഇതാകുമ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് അങ്ങ് മനസ്സിലാക്കാനും പറ്റില്ല, എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്ത് തരാനും പറ്റില്ല. എന്നാലും മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് കുറച്ച് ടഫാ സിലബസ്. 5ാം ക്ലാസ്സിലെ മാത്സിന്റെ ടെക്സ്റ്റ് കുറച്ച് ടഫാ. അതുകൊണ്ടാണ് നമുക്ക് ഈ പോർഷൻസ് ഒന്നും മുന്നോട്ട് പോവാത്തത്. മുഹമ്മദിന്റെ വക അടി വേണ്ടാന്ന്. അടി തരും, അടി അടുത്ത വർഷം വരട്ടെ എന്നിട്ട് തരാം. നമ്മുടെ ചാപ്റ്റേഴ്സ് തീരാത്തതിന്റെ മെയിൻ കാരണം അതുകൊണ്ടാണ്. നല്ല ടഫ് സിലബസ് ആണിത് ഫസ്റ്റ് സെമസ്റ്റർ. സെക്കൻഡ് സെമസ്റ്റർ അല്ല, സെക്കൻഡ് സെമസ്റ്റർ നല്ല ഈസിയാ. കാരണം ഇതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് വെച്ചാല് നോർമൽ ക്ലാസ്സിൽ ഒരാഴ്ചയിൽ ഒരു 6-7 പീരീഡ് കിട്ടിയാൽ തന്നെ തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ 2 ദിവസം 2 ക്ലാസ് ഒക്കെ കിട്ടുന്ന സമയത്ത് പറഞ്ഞു തരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലേ. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാതിരിക്കാൻ പറ്റില്ലല്ലോ. വെറുതെ പറഞ്ഞു പോയിട്ടും കാര്യമില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഈ ചാപ്റ്റർ ഫുൾ അങ്ങ് തീർക്കാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ട് തീർക്കാം. പക്ഷെ കാര്യമില്ല, നിങ്ങൾ വെറുതെ ഒന്ന് കഥയറിയാതെ ആട്ടം കാണാന്ന് പറയുന്നില്ലേ, ഇല്ലേ? അതുപോലെ നിങ്ങൾ ഇരിക്കും. ആ ബുദ്ധിമുട്ട് എനിക്കറിയാം. നിങ്ങൾ ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കും. മിസ് എന്താ പറയുന്നേ എനിക്കറിയില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് 2 അക്ഷരം മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മിസ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പരമാവധി ഒന്ന് ശ്രദ്ധിച്ചിരിക്കാട്ടോ. 37ഉം 51ഉം 63ഉം 3 നമ്പേഴ്സ്. ആ 3 നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ നമ്പർ. ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ HCF കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഡിവൈഡ് ചെയ്യുമ്പോ എങ്ങനെ വരണം? റിമൈൻഡർ 37നെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 വരണം. 51നെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരണം. 63യെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരണം? 7 റിമൈൻഡർ വരണം. അങ്ങനെയുള്ള ഒരു നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയുള്ള നമ്പർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ റിമൈൻഡേഴ്സ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഓരോ നമ്പറിനും ഓരോ റിമൈൻഡറാ വരുന്നത് അല്ലേ? റിമൈൻഡർ ഒഴിവാക്കിയാൽ, ഇപ്പൊ 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? റിമൈൻഡർ 2 കിട്ടും അല്ലേ? റിമൈൻഡർ 2 കിട്ടും. ആ 2 അങ്ങ് ഒഴിവാക്കിയാൽ, 12ൽ നിന്ന് 2 അങ്ങ് ഒഴിവാക്കിയാൽ 10 പറയുന്ന നമ്പർ, 10നെ നമുക്ക് 5 കൊണ്ട് എക്സാക്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അങ്ങനെ റിമൈൻഡേഴ്സ് ഒഴിവാക്കിയാല്, കിട്ടുന്ന റിമൈൻഡർ ഒഴിവാക്കിയാൽ നമുക്ക് ആ നമ്പറിനെ എക്സാക്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
പറ്റുമല്ലോ? അപ്പൊ ഒന്നിവിടെ ശ്രദ്ധിക്കാം. 37 എന്ന് പറയുന്ന നമ്പർ, അതിനെ ഏതോ ഒരു നമ്പർ കൊണ്ട്, എ എന്ന് പറയാം, എ എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നു? റിമൈൻഡർ എത്ര കിട്ടണം? റിമൈൻഡർ 5 കിട്ടണം. ഇനി 51 എന്ന് പറയുന്ന നമ്പറിനെ ഇതേ എ എന്ന് പറയുന്ന നമ്പർ കൊണ്ട്, എന്ന് പറയുന്ന ഏതോ ഒരു നമ്പർ, ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? റിമൈൻഡർ 3 കിട്ടണം. അതേപോലെ 63 എന്ന് പറയുന്ന നമ്പറിനെ അതേ എ എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? റിമൈൻഡർ 7 കിട്ടണം. അപ്പൊ ഈ റിമൈൻഡർ എല്ലാം ഈ നമ്പേഴ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ നമുക്ക് ഈ എ എന്ന് പറയുന്ന നമ്പറിനെ കൊണ്ട് കിട്ടുന്ന നമ്പറിനെ എക്സാക്ട് ഡിവൈഡ് ചെയ്യാം. കാരണം ഇതിനെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന എ എന്ന് പറയുന്ന നമ്പർ ഒറ്റ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഈ റിമൈൻഡേഴ്സ് ഒഴിവാക്കിയാൽ, റിമൈൻഡേഴ്സ് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സിനെ എ കൊണ്ട് എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? റിമൈൻഡർ എത്ര കിട്ടും? 2 കിട്ടും, അല്ലേ? അതുപോലെ 24നെ അതേ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? റിമൈൻഡർ 4 കിട്ടും. 4 കിട്ടൂലേ? അപ്പൊ ഈ 12ൽ നിന്ന് ഈ 2 മൈനസ് ചെയ്താൽ 10 കിട്ടും. 10നെ നമുക്ക് 5 കൊണ്ട് എക്സാക്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതേപോലെ 24ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 20 കിട്ടും. 20യെ നമുക്ക് 5 കൊണ്ട് എക്സാക്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര കിട്ടും? 2 കിട്ടും. ഇവിടെ 4ഉം കിട്ടും, അല്ലെ? അതേപോലെ ഈ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിൽ നിന്ന് 37, 51, 63 ഈ നമ്പേഴ്സിൽ നിന്ന് ഈ റിമൈൻഡേഴ്സ് മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സിനെ നമുക്ക് ഈ എ കൊണ്ട് എക്സാക്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 37ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 32. 51ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 48. 63ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 56. അപ്പൊ 32, 48, 56 എന്ന് പറയുന്ന 3 നമ്പേഴ്സിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതോ ഒരു നമ്പർ കൊണ്ട് എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? HCF കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, HCF നമ്മൾ HCF എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട്. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 32നെ നമ്മൾ എങ്ങനെ എഴുതുന്നു? 32നെ 2 into 2 into 2 into 2 into 2. ഇനി 32 കഴിഞ്ഞാൽ 48. 48നെ നമ്മൾ എങ്ങനെ എഴുതുന്നു? 2 into 2 into 2 into 2 into 3. നെക്സ്റ്റ് 56. 56നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് 2 into 2 into 2 into 7. ഇതിൽ 3 എണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്നത് ഈ 3 2ഉം ഈ 3 2ഉം ഈ 3 2ഉം. ഈ 2 രണ്ടെണ്ണത്തിലേ വരുന്നുള്ളൂ, ഇവിടെ വരുന്നില്ല. അതുപോലെ ഈ 2 ഇവിടെയും വരുന്നില്ല, ഇവിടെയും വരുന്നില്ല. 3 അതുപോലെ ബാക്കി രണ്ടെണ്ണത്തിലും വരുന്നില്ല. 7ഉം ബാക്കി രണ്ടെണ്ണത്തിലും വരുന്നില്ല. അപ്പൊ നമ്മൾ ഏതൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 2 into
2 into 2 is equal to 8. അതായത് 8 എന്ന് പറയുന്ന നമ്പറിനെ കൊണ്ട് നമ്മൾ ഈ 3 നമ്പറിനെയും ഡിവൈഡ് ചെയ്യുന്നു. 32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 32 divided by 8. 4 കിട്ടും അല്ലേ? 4 കിട്ടും. നെക്സ്റ്റ് 48. 48 divided by 8 is equal to 6. Next 56. 56 divided by 8 is equal to 7. ശരിക്കും നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 37, 51, 63. ഈ നമ്പേഴ്സിനൊക്കെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 37നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. സോറി, 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. റിമൈൻഡർ 4 കിട്ടിയാൽ റിമൈൻഡർ 37 മൈനസ് 32 5 കിട്ടും. റിമൈൻഡർ 5. അതുപോലെ 51നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യന്റ് 6 എന്ന് കിട്ടും. റിമൈൻഡർ 3 എന്നും വരും. 63നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. റിമൈൻഡർ 7 കിട്ടും. റിമൈൻഡർ 7. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? കുറച്ചെങ്കിലും കത്തിയില്ലേ? കുറച്ച് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനിയിപ്പോ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ പറയാ? ഓക്കെ, അടുത്ത ബാക്കിയുള്ള പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എക്സസൈസ് 5.4 ഉണ്ട് നമുക്ക് ചെയ്യാൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഹോംവർക്ക് വേണോ? വേണ്ട, നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.